രണ്ട് സാധനങ്ങൾ കൊണ്ട് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കറി പരിചയപ്പെട്ടാലോ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഈ കറി ഉണ്ടാക്കാനായിട്ട് അത്യാവശ്യം വലിയ തക്കാളി, എരിവിനാവശ്യമായ പച്ചമുളകും ഒരു സവാളയാണ് കേട്ടോ എടുത്തേക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ ഇതെല്ലാം നന്നായിട്ട് കഴുകി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ വേറെയും കുറച്ച് സാധനങ്ങളും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കിനി കറി ഉണ്ടാക്കാനായിട്ട് ഒരു ചീനിച്ചട്ടിയോ മൺചട്ടിയോ അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഗ്യാസ് കത്തിച്ചിട്ടില്ല കേട്ടോ. അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇനി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 3-4 വെളുത്തുള്ളിയും കൂടെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് കശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ, കറിയുടെ കളറിന് വേണ്ടിയിട്ടാണ്. ഇനി ഒരു ചെറിയ സ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതുണ്ടല്ലോ ഇത്തിരി ഉപ്പും കൂടെ ഇട്ടിട്ട് നമ്മുടെ ഇത്രയും വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാവേ. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പൊടികളെല്ലാം ഇതിൽ പിടിക്കുന്ന രീതിക്ക് നല്ല രീതിക്ക് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഗ്യാസ് ഒന്ന് ഓണാക്കാം. ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. അപ്പോൾ ഇത് വെന്ത് വരുന്ന നേരം കൊണ്ടേ നമുക്ക് ഒരു ചെറിയൊരു അരപ്പുണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചെറിയൊരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങ കുറച്ച് വെള്ളം ഒഴിച്ചേ നല്ല മഷി പോലെ ഒന്ന് അരച്ച് വയ്ക്കാം. അപ്പോൾ തേങ്ങയുടെ അരപ്പ് റെഡിയായ നേരം കൊണ്ട് തന്നെ നമ്മുടെ കറിയൊക്കെ ഏകദേശം ഇവിടെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, സവാളയും വെന്തിട്ടുണ്ട്. നമുക്കെല്ലാം കൂടെ നല്ല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തക്കാളി വേണമെങ്കിൽ ഇതുപോലൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ ഒന്നുകൂടെ നല്ല രീതിക്കൊന്ന് വെന്ത് ആ ഗ്രേവിയൊക്കെ ഒന്ന് കുറുക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സ് ഉണ്ടല്ലോ അത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവേ. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഗ്യാസിൻ്റെ തീ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് മിക്സ് ആയതിന് ശേഷം നമുക്കിതിലേക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതനുസരിച്ച് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ വെള്ളം ചേർക്കാൻ എടുക്കുമ്പോൾ തിളപ്പിച്ചാറിയ വെള്ളമോ ചൂടുവെള്ളമോ വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പം ഞാൻ ഒരു ചെറിയൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കാം, ഉപ്പിൻ്റെ അളവ് കുറവായതുകൊണ്ട് തന്നെ. ഇനി ഉപ്പിട്ടതിന് ശേഷം വീണ്ടും ഒന്ന് നല്ല രീതിക്ക് കൈയെടുക്കാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ കറി ഇനി നല്ലോണം അങ്ങ് തിളയ്ക്കാനായിട്ട് പാടില്ല. ചെറിയ രീതിക്ക് ഒന്ന് ചൂടായി വന്ന് പതഞ്ഞ് വരുമ്പോഴത്തേക്കും തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ കറിയിൽ ഒഴിക്കാനായിട്ട് ഒരു താളിപ്പ് ഉണ്ടാക്കാവേ. അപ്പോൾ അതിന് പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും കടുകിട്ട് പൊട്ടിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ കടുകെല്ലാം നല്ല രീതിക്ക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉണക്കമുളക് നന്നായിട്ടൊന്ന് ഇട്ട് വറുത്ത് വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ അതിലേക്ക് ഒരു 8-10 കൊച്ചുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി കൊച്ചുള്ളിയുടെ കളർ ചേഞ്ചായി വരുമ്പോഴത്തേക്കും ഇത്തിരി കറിവേപ്പിലയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കൊടുത്താലേ നമ്മുടെ താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ താളിപ്പ് നമ്മുടെ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ താളിപ്പെല്ലാം കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. താളിപ്പ് ഒഴിക്കുമ്പോൾ തന്നെ ഈ കറി കാണാനും ഒരു നല്ല ഭംഗിയാണ്, നല്ലൊരു സ്മെല്ലും വരുന്നുണ്ട്. ഇനി താളിപ്പ് നല്ല രീതിക്കൊന്ന് നമുക്ക് ഈ കറിയിലെല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെയും ദോശയുടെ കൂടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഉണ്ടല്ലോ തണുത്ത് വരുമ്പോഴത്തേക്ക് കറി നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കുറുകി വരും. അപ്പോഴായിരിക്കും കേട്ടോ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്